സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി എന്ന ബാലകഥയുടെ 5-ാം ഭാഗം കേൾക്കാം. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. നേരം വെളുത്തു. അഭി എഴുന്നേറ്റ് സിറ്റ് ഔട്ടിൽ വന്ന് നിലത്തിരുന്നു. അനക്കം കേട്ട് പട്ടികൾ രണ്ടും ഓടിയെത്തി. അവനെ കണ്ട് സഡൻ ബ്രേക്കിട്ട പോലെ നിന്നു. അവനെ സൂക്ഷിച്ചൊന്നു നോക്കി. കുറേ സമയം ആ നോട്ടം തുടർന്നു. അവന് ഭയം തോന്നി. പട്ടികൾ പരസ്പരം നോക്കിയിട്ട് ഓടിപ്പോയി. അവന് ആശ്വാസമായി. ഇവയ്ക്കെന്നെ പരിചയമില്ലല്ലോ. എന്തെങ്കിലും ചെയ്താൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വീടിന്റെ കാവൽക്കാരല്ലേ. അപ്പോഴേക്കും ജോലിക്കാരി ചായയുമായി എത്തി. മുറിയിൽ പോയിരുന്നു. ചായക്കപ്പ് നീട്ടിക്കൊണ്ട് ജാനകി പറഞ്ഞു. അവൻ ചായ വാങ്ങി അവരെ നോക്കി. 60 വയസ്സോളം പ്രായം തോന്നിക്കും. വെളുത്ത് മെലിഞ്ഞ ശരീരം. സാരിയും ബ്ലൗസുമാണ് വേഷം. മറ്റുള്ളവരെ പോലെ നൈറ്റിയല്ല. തലമുടി അല്പം നരച്ചിട്ടുണ്ട്. അമ്മ കെട്ടും പോലെ തലമുടി കെട്ടിവെച്ചിരിക്കുന്നു. കഴിക്കാൻ എന്താ വേണ്ടത്? ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എന്തായാലും മതി ആൻറ്റി. നല്ല സ്നേഹമുള്ള പയ്യൻ. ജാനകി മനസ്സിൽ മന്ത്രിച്ചു. സാർ വരുന്നുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ? ജാനയെടുത്തി പങ്കജത്തിന് ചായ കൊടുത്തോ? കൊടുത്തു സാറേ, പക്ഷെ കുടിച്ചില്ല. പതിവ് പോലെ മോനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഇപ്പോൾ പഴയതുപോലെ ബഹളം വെക്കാറില്ല. അഭിമോൻ വന്നതിൽ പിന്നെ വളരെ മാറ്റമുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചു. ഇന്ന് പങ്കജത്തിനെ ചെക്കപ്പിന് കൊണ്ടുപോകണം. ജാനകി അടുക്കളയിലേക്ക് പോയി. രാഘവൻ ചാരു കസേരയിൽ കിടന്നു. അപ്പോഴേക്കും പത്രക്കാരനെത്തി. ഒരു പട്ടി പേപ്പർ വാങ്ങിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അബിയുടെ സമീപം നിലം പറ്റി കിടന്നു. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും പാപ്പാങ്കിളിനും ഗണേശനും ഒന്നിച്ചിരിക്കാൻ സീറ്റ് കിട്ടി. അവർക്ക് വലിയ ആശ്വാസം തോന്നി. സമാധാനത്തോടെ യാത്ര ചെയ്തു. ഈ യാത്രയിൽ അവനൊരു പുതിയ പേര് കിട്ടി. ശുഭ. ഫ്രോക്കിട്ട് തലയിൽ വിഗ് വെച്ച് മുല്ലപ്പൂ മാല ചൂടി കണ്ണുകൾ വാലിട്ടെഴുതി നെറ്റിയിൽ ചെറിയൊരു വട്ടപ്പൊട്ട്, അതിനു മുകളിലായി ചന്ദനക്കുറി. കണ്ടാൽ ഒരു നാടൻ ബാലിക. 5.5 മണിക്കൂർ ഓട്ടത്തിന് ശേഷം ടൗണിലെത്തി. അവിടെ നിന്നും ലിംക പാർക്ക് വഴി പോകുന്ന ബസ്സിൽ കയറി. പരിചയക്കാരെ പലരെയും അവൻ കണ്ടു. അവർക്കാർക്കും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർക്കിറങ്ങേണ്ട വനസ്വർഗം സ്റ്റോപ്പിലെത്താൻ 30 മിനിറ്റ് എടുത്തു. അവരോടൊപ്പം ചിലർ ഇറങ്ങാനുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങിയതിനു ശേഷമാണ് അവർ ഇറങ്ങിയത്. എതിർവശത്തുള്ള ഇരുനില വീട് ചൂണ്ടിക്കാണിച്ചു. പാപ്പാങ്കിൾ, ആ കാണുന്ന വീടില്ലേ? അതാണെന്നാ തോന്നുന്നത്. നമുക്ക് ചെന്ന് അന്വേഷിക്കാം. റോഡ് ക്രോസ് ചെയ്ത് അവർ നടന്നു. ഗേറ്റിന് സമീപം എത്തിയപ്പോൾ 2 പട്ടികൾ ഓടിയെത്തി. അവരെ തുറിച്ചു നോക്കി. ഒരു വലിയ വീട്, കൂറ്റൻ മതിൽ. ഗേറ്റിൽ പിടിപ്പിച്ചിരിക്കുന്ന ബോർഡ് ദൂരേന്നു തന്നെ കാണാൻ പറ്റും. വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, രാഘവൻ കല്ലേലിപ്പുറം. ഓരോ അക്ഷരവും പലതവണ വായിച്ചു. എൻ്റെ ഡാഡി. അർജുൻ മനസ്സിൽ പലതവണ ഉരുവിട്ടു. പാപ്പാങ്കിൾ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പട്ടികൾ കുരച്ചേനെ. ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. നമ്മൾ എന്തു ചെയ്യും? നമുക്ക് കാത്തിരിക്കാം. ആ നെല്ലിമരത്തിന്റെ ചുവട്ടിലിരിക്കാം. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. പട്ടികൾ ഗേറ്റിന് സമീപം തന്നെ ഇരിക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. മോന് വിശക്കില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അവർ ഭക്ഷണശാല ലക്ഷ്യമാക്കി നടന്നു. ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ഭക്ഷണം കഴിച്ചു. തിരിച്ചു വന്ന് നെല്ലിമരത്തിന്റെ ചുവട്ടിലിരുന്നു. അപ്പോഴേക്കും ഒരു അംബാസഡർ കാറ് വന്ന് നിന്നു. നമ്പർ നോക്കി. ആ പഴയ അംബാസഡർ കാറ് തന്നെ. നമ്പർ 04141. ആ പഴയ നമ്പർ. അതാ കാറിൽ നിന്നും ഡാഡി പുറത്തിറങ്ങുന്നു. ഒരു പട്ടി താക്കോൽ കൊടുക്കുന്നു. ഗേറ്റ് തുറന്നിട്ട ശേഷം കാറിൽ കയറി അകത്തേക്ക് ഓടിച്ചുപോയി. അതാ എൻ്റെ മോൻ പിൻസീറ്റിൽ ഇരിക്കുന്നു. കൂടെയിരിക്കുന്നത് എൻ്റെ മമ്മിയാണോ?
ആകെ ക്ഷീണിച്ച് എല്ലും തോലും മാത്രം. എന്തു ചെയ്യണമെന്നറിയാതെ ഗേറ്റിന് പുറത്തു നിന്നു. ഗണേശ, നമുക്ക് അകത്തേക്ക് കയറിയാലോ? വേണ്ടങ്കിൾ, പട്ടി ഉപദ്രവിക്കും. അങ്കിൾ, അത് സാധാരണ പട്ടികളല്ല, ട്രെയിനിങ് കിട്ടിയ പട്ടികളാ. ചേട്ടൻ നമ്മളെ കണ്ടിരിക്കും. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ചേട്ടൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല. പാപ്പാങ്കിൾ കണ്ടോ, ആ ചേട്ടൻ വരുന്നുണ്ട്. മോനെ അബി, അർജുൻ അറിയാതെ വിളിച്ചു. പട്ടികൾ രണ്ടും കുരച്ചുകൊണ്ട് ഓടിയെത്തി. ഡിങ്കിയും കില്ലിയും നിർത്താതെ കുരച്ചുകൊണ്ടിരുന്നു. അബി, പുറത്താരാണെന്ന് അന്വേഷിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ശരി സാർ. അബിയുടെ മുഖം പ്രസന്നമായി. അവൻ ഗേറ്റിലേക്ക് ഓടി. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഡിങ്കിയും കില്ലിയും മണം പിടിച്ചു നിന്നു. ശക്തിയായി വാലാട്ടുകയും ചെയ്തു. അബിയുടെ പിന്നാലെ പാപ്പാങ്കളും ഗണേശനും അകത്തേക്ക് പ്രവേശിച്ചു. സ്വന്തം ഡാഡിയെ കണ്ട അർജുൻ വികാരാധീനനായി എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടുപോയി. ഡാഡിന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. മകന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ രാഘവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. കേൾക്കാൻ കാതോർത്തിരുന്ന ശബ്ദം പെട്ടെന്ന് കാതിൽ വന്ന് വീണതിന്റെ അമ്പരപ്പ്, സന്തോഷം മകനെ ഗാഢമായി പുണർന്നു. മുർദാവിൽ തെരുതെരി ചുംബിച്ചു. മകന്റെ പിന്നിൽ നിൽക്കുന്ന കൊച്ചു പെൺകുട്ടി, തന്റെ പേരക്കുട്ടി. അദ്ദേഹം അവളുടെ തലയിൽ കൈവില്ലുകൾ ഓടിച്ചു. ഗണേശൻ കൈ ബലമായി പിടിച്ചുമാറ്റി. തലയിൽ നിന്നും വിഗ്ഗെടുത്ത് മാറ്റുകയും ചെയ്തു. നീ ആ മിസ്സായ പയ്യനല്ലേ? മോനെ, ഈ കുട്ടി എവിടെ നിന്നും കിട്ടി? അതൊക്കെ ഒരു നീണ്ട കഥയാ. എല്ലാം വിശദമായി പറയാം ഡാഡി. ഈ നിൽക്കുന്ന അബി ആരാണെന്നറിയാമോ? എൻ്റെ മോനാ ഡാഡി. ഞങ്ങൾ മോനെ അന്വേഷിച്ച് വന്നതാ ഡാഡി. എൻ്റെ കൊച്ചുമോനെ തിരിച്ചറിയാതെ ഞങ്ങൾ അവനെ സ്നേഹിച്ചു. അവൻ ഈ വീട്ടിലെ എല്ലാമായി മാറിക്കഴിഞ്ഞു. മക്കളെ നഷ്ടപ്പെട്ടെന്നുള്ള സങ്കടത്തിൽ പങ്കജത്തിന്റെ സമനില തെറ്റി. അബി വന്നതോടുകൂടി ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇപ്പോൾ വളരെ ആശ്വാസമുണ്ട്. ഡാഡി, വേദിക ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല മോനെ. സ്കൂളിൽ നിന്നും ഒരു പോലീസുകാരൻ. ഡാഡി, അമ്മ എവിടെ? വാ മോനെ. ചുറുചുറുക്കും ഓജസ്സുമുള്ള ഒരു വീട്ടമ്മയെ പോലെ പങ്കജം കടന്നു വന്നു. എൻ്റെ മോൾ എവിടെ? ഇവിടെ നിൽക്കുന്നത് കണ്ടല്ലോ. മോളെ, നീ എവിടെയാ? മോളെ വേദികേ. പാത്ത് കളിക്കുകയൊന്നും വേണ്ട, അമ്മ കണ്ടുപിടിക്കും. മോളെ വേദികേ. പങ്കജം മകളെ വിളിച്ചുകൊണ്ട് മുക്കും മൂലയുമെല്ലാം നോക്കി നടന്നു. മോനെ, പ്രശ്നമാകുമെന്നാ തോന്നുന്നത്. അമ്മയുടെ അസുഖമൊക്കെ ഏതാണ്ട് ഭേദമായതായിരുന്നു. ഡാഡി വിഷമിക്കണ്ട. ഗണേശന്റെ പെൺവേഷം കണ്ടിട്ടാ അമ്മ ഇങ്ങനെ പ്രതികരിച്ചത്. അർജുൻ വിഗ്ഗെടുത്ത് ഗണേശന്റെ തലയിൽ ഫിറ്റ് ചെയ്തു നിർത്തി. രാഘവന്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ഒറ്റ നോട്ടത്തിൽ വേദികയാണെന്നേ തോന്നൂ. ഈ പ്രായത്തിലാണ് മോളെ കാണാതായതും. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.